നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മനസ്സിലാകും എന്നുള്ളത് കാര്യം സത്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട്ടാണോ റൂം ഡെക്കോർ എന്ന് പറഞ്ഞ സാധനം എൻ്റെ മൈൻഡിൽ വന്നതോ ഇല്ലെങ്കിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തിങ്ക് ചെയ്തതോ അപ്പം തൊട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫീഡിൽ മൊത്തം റൂം ഡെക്കോർ ഐഡിയാസ്, റൂം ഡെക്കോർ ഇങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നുള്ള കുറേ ഐഡിയാസാണ് എൻ്റെ ഫീഡിൽ ചുമ്മാ വരുന്നത്. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു ത്വര വരും ഈ സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ മേടിക്കുക, ഇങ്ങനെ മേടിക്കാന്ന്. അങ്ങനെ മേടിച്ചൊരു സാധനമാണ് ഇത്. ഈ ഒരു ഇലയില്ലാത്തൊരു റൂം പോലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വരാൻ വേണ്ടി കുറേ നാളെ കുറച്ച് വെയിറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ഓർഡർ ചെയ്തൊരു സാധനമാണ് കിട്ടും. ഇത് വെക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു. അവസാനം ഇതിൻ്റെ ഐഡിയ എനിക്ക് തന്നിട്ടുള്ളത് ChatGPT ആയിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്ത് എളുപ്പമെന്ന് ഈ സാധനം ഫിറ്റ് ചെയ്യണം കാണാം. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അവസാനം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ലീഫ് ഞാൻ ഡെസ്കിലും കൂടെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ മൈൻഡിൽ തോന്നിയൊരു സാധനമുണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും. ആക്ച്വലി അത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ നമ്മുടെ മറ്റേ കല്യാണ പന്തലോലും ആവരുതെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷെ അതുപോലെ വന്നില്ല. ഈ ഒരു സാധനം ഞാൻ ക്ലേയിൽ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസ് ഇടാതെ. എനിക്കറിയാത്തൊരു കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, കാരണം വൺ ഫ്ലോപ്പ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.